ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതായിരുന്നു മെയ് 50 ആണ്, വാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ കാരണം കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി ഈ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ കാറിൽ കൊണ്ടുവച്ചാണ്. വാവ കാണുന്നത് കൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ബലൂണിലൊക്കെ സെറ്റാക്കി വാവ ഉറങ്ങുന്ന സമയത്ത് അവളുടെ ബെഡിന്റെ രണ്ട് സൈഡിലൊക്കെ ആക്കി ഇട്ടിട്ടോ. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ ആൾ കുറച്ചൊന്നും എണീക്കാൻ മടിച്ചെങ്കിലും പിന്നെ എഴുന്നേറ്റ് കേട്ടോ. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കരയൊന്നും ചെയ്തില്ല. ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളൊക്കെ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ്, ചെറിയ ഒരു കുഞ്ഞിനാകുമ്പോൾ അവൾക്ക് അവളുടേതായ ഒരു എന്താ പറയാ, അവരുടെ ലൈഫിൽ അവർ ഓർത്ത് വെക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ അവർക്കൊരു സന്തോഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു എന്താ പറയാ സന്തോഷം. അതിനപ്പുറത്ത് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഭാവിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു ഉടുപ്പാണ് കേട്ടോ. ഇതൊരു ചിക്കു കളറും വൈറ്റും വരുന്ന ഒരു ഉടുപ്പാണ്. അവൾക്ക് ഇങ്ങനത്തെ എന്താ പറയാ നല്ല പഫായിട്ട് നിൽക്കുന്ന ഉടുപ്പിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പിന്നെ അതേ സെയിം കളർ മോനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോക്കും മോനും ഒരുപോലെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാറുള്ളത്. അപ്പൊ ആ മോക്ക് വാങ്ങിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മള് റിങ് ആണെങ്കിൽ അളവ് ഒരു ബുദ്ധിമുട്ടും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. പിന്നെ ആള് മെലിഞ്ഞിട്ടായതുകൊണ്ട് നമുക്ക് വിചാരിച്ച അത്ര പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് അളവായിരുന്നു. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കയ്യിലിട്ട സമയത്ത്. നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോഴേ ഭാവിക്ക് സിൽക്ക് മന്ദിർ എന്നാണ് കേട്ടോ എടുക്കാറുള്ളത്. കാരണം അവർക്ക് എന്താണ് ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. രണ്ടാമത്തത് അവരുടെ ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഇടാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയേക്കുന്നത് വളയനാട് അമ്പലത്തിലേക്കാണ്. ഞാൻ അധികം പോകുന്ന ഒരു ക്ഷേത്രമാണ് വളയനാട്. എനിക്ക് അവിടെ പോയി വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു 6:45 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം എന്താ പറയാ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ട് പോയി വരാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് വർക്കിംഗ് ഡേ കൂടി ആയതുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിനകത്തും അത്ര എന്താണ് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ ഫൈനലി വയനാട് എത്തി. അപ്പോൾ അവിടെ ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ വേഗം പോയിട്ട് തൊഴുതൊക്കെ പോകുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങി വന്നതിന് ശേഷം നേരെ കാർ പാർക്കിങ്ങിന്റെ ഫ്രണ്ടിലായിട്ടൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ, ചെറുത്. അവിടെ ഫോണൊക്കെ അലൗഡ് ആണ്. അപ്പൊ നമ്മൾ മോള് തൊഴുന്ന ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ബർത്ത്ഡേന്റെ ബാക്കിയുള്ള കേക്ക് കട്ടിങ്ങും അതേപോലത്തെ ബാക്കി ഡെക്കറേഷൻസിന്റെ പ്രോഗ്രാമും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.